ഇതിനു മുമ്പിട്ട വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. എല്ലാവരും കാണണേ. വീഡിയോ വലുതായതുകൊണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിടുക. ഓക്കെ. ഹലോ, വെൽക്കം ടു മിനിഷിബു വ്ളോഗ്സ്. ഇന്ന് നമ്മളൊരു ബ്ലൗസ് തയ്ക്കാൻ പോവാണേ. ഞാൻ പോട്ടിനൊക്കെ ഒരു ബ്ലൗസ് കട്ടിങ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. ആ ബ്ലൗസ് ഇപ്പോൾ കട്ട് ചെയ്യാൻ ആ ബ്ലൗസ് ഇപ്പോൾ ഞാൻ തയ്ക്കാൻ പോവാണേ. വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഞാനൊരു ഫ്രീ ടൈലറിങ് ഓൺലൈൻ ക്ലാസ് ആരംഭിക്കണമെന്ന് പ്ലാൻ ഉണ്ട് അടുത്ത മാസം മുതൽ. അപ്പോൾ അതിന് ആ പ്ലാന് ഇഷ്ടമുള്ളവർക്ക്, താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു മെസ്സേജ് അയക്കണം. അപ്പം നമുക്ക് എത്ര പേരുണ്ട്, ആവശ്യക്കാരുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണേ. ഇപ്പോൾ ഇതെങ്ങനെ തയ്ച്ചോ അതേപോലെ ഇതിൻ്റെ പുറത്തൂടെ തയ്ക്കണം. 4 ഇഞ്ച് തുണി വിട്ട് ഇതെല്ലാം വെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എല്ലാം നമ്മൾ ഓരോ കട്ട് കൊടുക്കുവാണേ. നല്ല നീറ്റായിട്ട് ഇരിക്കും. ഇപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഇതേപോലെ ഫ്രണ്ടും ജോയിൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ നല്ല തുണി നല്ല വെക്കവും കൂടെ ഒരേപോലെ വരുന്ന പോലെ വെക്കാം. കണ്ടോ, ഇവിടെ നിന്ന് വയ്ക്കോ കിട്ടും. നമുക്ക് നമ്മുടെ ആകവശം ഒരു ഇച്ചിരി 4 ഇഞ്ച് വിട്ട് വേണം ബെൽറ്റ് വെക്കാനേ. 4 ഇഞ്ച് വിട്ട് വെക്കണം. ഇതും 4 ഇഞ്ച് വിട്ട്, അല്ലെങ്കിൽ നമ്മളവിടെ കട്ട് ചെയ്ത് കളയണം. ഇതിൻ്റെ മേളിൽ നമ്മളൊരു തയ്യലിടണം. ഇവിടെ വേണമെങ്കിൽ 2 കട്ട് കൊടുക്കാം. മേലിൽ ഒരു കട്ട് കൊടുക്കുമ്പോൾ തയ്യൽ നല്ല വൃത്തിയാവും. അതേപോലെ ഇവിടെയും നമുക്ക് വെക്കാം. ഫിനിഷ് ചെയ്യണം. ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. ആദ്യം നമുക്ക് ബാക്ക് ഫിനിഷ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇവിടെ എവിടെയാണോ കട്ട് കൊടുത്തേക്കുന്നത് അത് അവിടെ വെച്ച് തയ്ക്കാം. അര ഇഞ്ച് വിട്ടാണ് നമ്മൾ കട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് പതിച്ചടിക്കാം. ഇത് 2 മടിച്ച് നമുക്ക് ഇങ്ങോട്ട് തയ്ക്കാം. ഇച്ചിരി പട്ടി നല്ല വീതിയിൽ നീറ്റായിട്ടിരുന്നാൽ ബ്ലൗസ് പെട്ടെന്ന് മേളിലോട്ട് കയറത്തില്ല. ഇവിടെ ഇച്ചിരി കനത്തിന് തുണിയുണ്ടെങ്കിൽ ബ്ലൗസ് മേളിലോട്ട് കയറത്തില്ല. ബെൽറ്റ് അങ്ങനെ തിക്കായിട്ട് നിന്നോളും, സ്റ്റിഫായിട്ട് നിന്നോളും. ഇങ്ങനെ അടിക്കാനൊന്നും ഇഷ്ടമില്ലാത്തവർ ഹെമ്മിങ് ചെയ്യാം. അപ്പം ബാക്ക് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ വെച്ച് നോക്കാം. നമ്മുടെ ബാക്കും ഫ്രണ്ടും വെച്ച് നോക്കാം. നമുക്ക് വെച്ച് നോക്കുമ്പോൾ ഇത്രയും തുണി മിച്ചമുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് ഡാട്ട് മടക്കി തയ്ക്കാം. അപ്പോൾ ഇത് കറക്റ്റാകും. ഇവിടെ നമുക്ക് അതേപോലെ ഈ സൈഡും. ആ സൈഡ് അടിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് ഇവിടെ വന്ന് മാർക്ക് ചെയ്തോണം. എന്താണെന്ന് ചോദിച്ചാൽ തയ്ച്ച് കഴിഞ്ഞിട്ട് 2 അളവിലിരുന്നാൽ വൃത്തികേടല്ലേ. അതുകൊണ്ട് ഇവിടെ അളന്ന് നോക്കണം. ഇപ്പോൾ ഇത് വെക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കൂടുതൽ കുറവുണ്ടോ എന്ന്. കൂടുതൽ കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഈ ടക്കോ വല്ലതും പിരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലാതെ കസമുസാന്നിരിക്കരുത് ബ്ലൗസ് തയ്ക്കുമ്പോഴേ. ഇപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ്. ഈ സൈഡും കറക്റ്റാണ്. ഇപ്പോൾ നമുക്ക് ഇതിന് ഹുക്കും അയ്യും വെക്കാം. അപ്പോൾ നമ്മൾ ഹുക്ക് വയ്ക്കാൻ ഇതുപോലൊരു പീസ് വെട്ടിയെടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഇത് മടക്കി തയ്ക്കാം. മടക്കി തയ്ച്ചിട്ട് നമുക്ക് 1 ഇഞ്ച് അളവിൽ നമുക്കിത് വെട്ടിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഹുക്ക് വയ്ക്കുന്നത് ഇത് നല്ല സൈഡിൽ വെച്ചിട്ട് ഇപ്പോൾ ഇതടിക്കാമേ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇതിൽ ഈ പിക്ചറൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ചവിട്ടി നമ്മൾ ഇതിങ്ങനെ മടക്കുക. ഇവിടെ ആദ്യം ഫിനിഷ് ചെയ്യുക. ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ട് തയ്ച്ച് വരുമ്പോൾ ഈ മേളി വരുമ്പോഴും ഇതുപോലെ തന്നെ ഇങ്ങനെ അങ്ങ് മടക്കുക. ഇങ്ങനെ ഇരിക്കണം.
ഇനി ഈ സൈഡ് നമുക്ക് ഐ വെക്കാൻ തയ്ക്കാമേ. ഐ വെക്കാനായിട്ട് നമ്മളൊരു നല്ല പീസിൻ്റെ ഒരു തുണി എടുത്തിട്ട് വേറെ ഒരു ലൈനിങ് തുണിയും എടുത്ത് ഇതിൽ വെച്ച് നമുക്ക് മടക്കി ജോയിൻ ചെയ്തെടുക്കാം. ഒരു സൈഡ് നമുക്ക് ഇങ്ങനെ മടക്കി തയ്ച്ചെടുക്കാമേ. സൈഡ് ഇങ്ങനെ നമ്മൾ പീസ് വെച്ച് അടിച്ച് നീറ്റാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ സൈഡിൻ്റെ ഈ റോ സൈഡിൽ വെച്ചിട്ട് ഇച്ചിരി തുണി താഴെ വെച്ച് ഒരു അരയിഞ്ച് തുണി താഴോട്ടിട്ടിട്ട് ഇതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് അടിച്ചെടുക്കാം. അത് തയ്ച്ച ശേഷം ഇവിടെ നമ്മൾ ഇങ്ങോട്ട് മടക്കി ആദ്യം ഇതിങ്ങോട്ട് മടക്കി ഇത് ഇങ്ങോട്ട് മടക്കുക. ഇതിൻ്റെ കറക്റ്റ് ഈ തയ്ച്ചതിൻ്റെ ഇച്ചിരി മുമ്പിലായിട്ട് വെച്ച് ഈ ജോയിൻറ്റിൻ്റെ ശകലം ഒരു 1/4 ഇഞ്ചില്ല, ഒരു ശകലം മുമ്പിലായിട്ട് വെച്ച് ആ ജോയിൻറ്റ് പിന്നീട് നമ്മൾ കാണരുത്, അതിന് വേണ്ടിയാണ്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മളിപ്പോൾ തയ്യലിടേണ്ടത്. വി തയ്ക്കാനായിട്ടാണേ. തയ്ച്ച് വരുമ്പം നമ്മൾ ഇവിടെ അതേപോലെ മടക്കണം. താഴെ മടക്കിയതുപോലെ ഇവിടവും മടക്കിയിട്ട് ഇവിടെ വന്നപ്പോൾ നമ്മൾ താഴെ മടക്കിയ പോലെ തന്നെ ഇവിടെയും മടക്കി അകത്തോട്ട് ഈ പീസ് മടക്കി. പക്ഷേ ഇത്രയും തുണി ഇവിടെ നിന്നാൽ ഇത് വെളിയിൽ വരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്തേക്കാം. കട്ട് ചെയ്ത് കളഞ്ഞ് ഇനി നമുക്ക് ഇവിടെ വി തയ്ക്കണം. വി തയ്ക്കാനായിട്ട് ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊന്ന്, എഡ്ജിലൊന്ന്, പിന്നെ നമുക്ക് വേണ്ടുന്നത് സെൻറ്ററിലൊന്ന്, പിന്നെ ഇതിൻ്റെ രണ്ടും ഇടയിൽ ഇവിടെ ഒന്ന്. ആക്ച്വലി ഇവിടെ ഈ തയ്യൽ ഇച്ചിരി കൂടെ താഴെ ഇറക്കി ഇടുവാണെങ്കിൽ ഇനിയും നല്ലതായിരിക്കും. അപ്പം ഞാൻ തയ്ക്കുമ്പോൾ ഇച്ചിരി കൂടെ ഇവിടോട്ട് വരുവാണെങ്കിൽ ഇത് ഒരു 4 ഇഞ്ചിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇവിടോട്ട് വന്ന് തയ്ക്കുവാണെങ്കിൽ ഈ ബെൽറ്റ് വരുന്നിടത്ത് ഒരു ഹുക്ക് വരും. അപ്പോൾ നമുക്ക് ഈ വയറിൻ്റെ താഴെ നല്ല ബ്രസ്റ്റിന് താഴെ നല്ല ഫിറ്റായിട്ട് ബ്ലൗസ് നിൽക്കും. അത് കാരണം ഇവിടെ നമുക്കിടാം. ഈ വരുന്ന ഹുക്ക് 4 ഇഞ്ച് താഴെ ഇറക്കി ഇങ്ങനെ ഇടാം. അപ്പോൾ 1 2 3 4 5 ഹുക്കായി. അപ്പോൾ അതിനനുസരിച്ച് ഇത് ഇച്ചിരി ചേഞ്ച് ചെയ്യുക. മനസ്സിലായോ? ഒത്തിരി മാർക്കായോ? ഇവിടെ ക്ലോസ് ആകണമല്ലോ, അതുകൊണ്ട് അവിടെ നിന്ന് തയ്ച്ചു തുടങ്ങി. ഇനി നമുക്ക് ഇവിടെ നിന്ന് വി തുടങ്ങാം. എന്നിട്ട് തിരിച്ച് അതേപോലെ വി പോലെ ഷേപ്പിൽ തന്നെ കൊണ്ടുവന്ന് ഇവിടെ കുത്തണം. എന്നിട്ട് ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം ഇവിടെ, അല്ലെങ്കിൽ തുണി കീറിപ്പോവും. ആക്ച്വലി ഇനി കൈ സാധാരണ ബ്ലൗസിൽ കൈയാണ് വെക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഈ ക്ലയൻറ്റിന് പിന്നെ കൈ റൗണ്ടിലടിക്കുന്നതാണ് ഇഷ്ടം. അവർക്ക് കൈ സ്ലീവ് വന്ന് ഒറ്റ സ്ലീവായിട്ട് ഒരു ഷർട്ട് അടിക്കുന്ന പോലെ അടിച്ചാൽ ഇഷ്ടമല്ല. അപ്പോൾ അവർക്ക് പിന്നെ റൗണ്ടിലടിക്കണം. അപ്പോൾ റൗണ്ടിലടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിത് ജോയിൻ ചെയ്യാം. ഇത് ജോയിൻ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ഇപ്പം ഇവർക്ക് ഹിപ്പ് അളവ് ഇവരുടേത് 33 ഇഞ്ചാണ്. 8.4 8 ഇഞ്ച് വെച്ചാൽ മതി ഫ്രണ്ടിൽ. ബാക്കി നമുക്ക് ബാക്കിന് വെക്കാം. 8 ഇഞ്ച് നമുക്ക് ഫ്രണ്ടിൽ വെക്കാം. കറക്റ്റ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇതിൽ ഈ ഫ്രണ്ടിലുള്ള എക്സ്ട്രാ ഒക്കെ നമ്മളങ്ങ് വെട്ടിക്കളയാമേ. കണ്ടോ, ഇച്ചിരി തുണി എങ്ങനെ ആയാലും ഫ്രണ്ടിൽ എക്സ്ട്രാ വരും. അതിനെ നമുക്ക് ഒരേപോലെ പിടിച്ചുകൊണ്ട് അങ്ങ് വെട്ടിക്കളയാം. തുണി എക്സ്ട്രാ ആയാൽ അപ്പം അത് വെട്ടിക്കളഞ്ഞിട്ട് ഈ നല്ല സൈഡും കൂടെ ഇത് രണ്ടും കൂടെ വെച്ച് നമുക്ക് ഇപ്പോൾ ഈ ഓരത്തിലങ്ങ് ഒരു തയ്യൽ കൊടുക്കാം. ഈ ഓരത്തിൽ രണ്ടും ഒരുപോലെ ഇരിക്കണം. ഞാനിപ്പോൾ ഒരു 4 ഇഞ്ചേ അടിച്ചിട്ടുള്ളൂ. അതേപോലെ ഈ സൈഡിലും ഇങ്ങനെ നല്ല പൊക്കത്തിൽ നമ്മളിങ്ങനെ തയ്യൽ അടിച്ചെടുത്തില്ലേ. ഇനി നമ്മളിത് തിരിച്ചിട്ടിട്ട് തിരിച്ച് നീറ്റായിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്യാം. ഇവിടെയൊക്കെ ബൊത്തിക് സ്റ്റൈൽ ബ്ലൗസ് എന്ന് പറയുമ്പോൾ അയൺ ചെയ്ത് വേണം തയ്ക്കാൻ. ഇവിടെ നമ്മുടെ ഓൾറെഡി മാർക്കുണ്ട്. ഈ ബാക്കിലും അതേപോലെ മാർക്കുണ്ട്. 2 സൈഡും ഒരേപോലെ മാർക്കുണ്ട്. ഇത് ഇവിടെ നമുക്ക് ഇങ്ങോട്ടേക്ക് തയ്ക്കാം. നമുക്കിവിടെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തിട്ട് നോച്ചുണ്ടല്ലോ, ആ നോച്ചിലോട്ടങ്ങ് തയ്ക്കാം. ഇത് അങ്ങനെ 3 തയ്യൽ കൊടുത്തേക്കാം.
നൂലുള്ളത് അപ്പോഴോ കട്ട് ചെയ്തേക്കണം, അല്ലെങ്കിൽ കശമുശ നൂല് അവിടെ ഇവിടെയൊക്കെ കിടക്കും. ഇതാ ഇവിടെയൊക്കെ ഇപ്പോൾ നൂല് കിടക്കും കണ്ടോ. ഇവിടം കഴിഞ്ഞു. ഇനി ഈ സൈഡ് വൃത്തികേടായിട്ടിരിക്കല്ലേ, ഒരേപോലെ നന്നാക്കി നീറ്റാക്കി എടുക്കണം. എന്നിട്ട് ഇപ്പം ഓൾറെഡി 2 സൈഡും മാർക്കുണ്ട്. ആ മാർക്ക് വെച്ച് മുകളിലോട്ട് അടിക്കാം. കണ്ട, ഇത് രസമായി ബ്ലൗസ് കാണാൻ തന്നെ. ഇനി നമുക്ക് കൈ തയ്ക്കാം. കൈ റൗണ്ടിൽ അറ്റാച്ച് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാമേ. സൈഡിൽ വെച്ചാണ് കൈ ജോയിൻ ചെയ്യുന്നത്. നല്ല പക്കത്തിൽ വെച്ച് കൈ ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതാണ് കൈയുടെ ഫ്രണ്ട്. അപ്പം ഇങ്ങനെ എടുത്ത് ഈ ബ്ലൗസ് കയ്യെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഈ ഫ്രണ്ട് എടുത്ത് ഈ 2 തുണിയും കൂടെ എടുത്ത് ഇങ്ങനെ വെച്ചാൽ ഇതല്ലേ ഫ്രണ്ട് നമ്മൾ ഓൾറെഡി നോച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതെടുത്ത് ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. ഒത്തിരി കൺഫ്യൂഷനൊന്നും ആക്കണ്ട. ഇതെടുത്ത് ഇങ്ങനെ അങ്ങ് വെച്ചാൽ തന്നെ കറക്റ്റാണ്. ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വെക്കുമ്പോൾ അത് കറക്റ്റായിട്ടിരിക്കും. എന്നിട്ട് അത് മടക്കി അവിടെ വെക്കുക. എന്നിട്ട് ഇത് അടിക്കുക. ഇത്രയും അതേപോലെ ഇത് എടുത്ത് അങ്ങനെ നേരെ വെച്ചങ്ങ് തയ്ക്കുക. എന്നിട്ട് ഇത് പതിച്ചടിക്കുക. ടോപ്പ് സ്റ്റിച്ച് പതിച്ച തയ്യലൊക്കെ ആകുമ്പോൾ ആണെങ്കിലും നീറ്റായിട്ട് ഇങ്ങനെ നല്ല പതിഞ്ഞിരിക്കുന്ന പോലെ തയ്ക്കണം. ഇത് നമ്മളിപ്പം നല്ല പൊക്കവും വെച്ച് ഇതങ്ങനെ തയ്ക്കുവാണേ. ഇതിങ്ങനെ അങ്ങ് ജോയിൻ ചെയ്യാം. ഓരത്തിൽ, ഒത്തിരി അകത്തോട്ടല്ല, ഓരത്തിൽ ജോയിൻ ചെയ്യണം. രണ്ടും അതേപോലെ. എന്നിട്ട് തിരിച്ചിട്ട് ഇപ്പം നമുക്കിത് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ മാർക്കിൽ കൂടെ തയ്ക്കാം. ഇവിടെ മാർക്കുണ്ടല്ലോ, ഈ മാർക്കിൽ കൂടെ നമുക്ക് തയ്ക്കാം. മൂന്ന് തയ്യലിടണം തീർച്ചയായിട്ടും. ഇവിടെ വരുമ്പോൾ നല്ല ഒരു റൗണ്ട് വരണം. കൈ നിവർത്തിയിട്ടിട്ട് നമുക്കിപ്പോൾ അതിൽ ജോയിൻ ചെയ്യാമേ. കൈ വെക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. ഒരു സൈഡ് ഇങ്ങോട്ടും ഒരു സൈഡ് അങ്ങോട്ടും നോക്കി വെക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. ഇത് കയ്യിൽ ജോയിൻ ചെയ്യാം. കയ്യിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇതല്ലേ ഫ്രണ്ട്, ഇതിൻ്റെ ഫ്രണ്ട്, രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം നമ്മൾ കറക്റ്റാണോ എന്ന്. ഇതാ ഇതിപ്പോൾ കറക്റ്റാണ് അളവ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്യാം. ഈ ആം ഹോൾ ഇങ്ങനെ എടുത്തിട്ട് ഇത് നല്ല പക്കം, ഇത് രണ്ടും കൂടെ ചേർത്ത് പിടിക്കണം. ഇതിൻ്റെ കറക്റ്റായിട്ട് ഇങ്ങനെ തയ്ച്ചാലാണ് ലേഡീസിൻ്റെ ഡ്രസ്സിന് ഇങ്ങനെ തയ്ച്ചാലാണ് പെർഫെക്റ്റ് ഫിനിഷിങ് ഉണ്ടാകുന്നതും നമുക്ക് ഇടാൻ സുഖവും. ഇത് രണ്ടും കൂടി ഇങ്ങനെ പിടിച്ചിട്ട് ഈ സൈഡിനെ ഇങ്ങോട്ടും ഇത് ചെയ്യണം, ഈ സൈഡിനെ അങ്ങോട്ടും വെക്കണം. ഇങ്ങനെ മടക്കി ത്രികോണമായി മടക്കി. എന്താണെന്ന് വെച്ചാൽ ഒന്നിച്ച് ഒരേ സൈഡിൽ വെച്ചാൽ തിക്കായിട്ടുണ്ടാവും. ഇതിൻ്റെ അടുത്ത കൈ അതേപോലെ ഇതകത്തോട്ട് വെച്ചിട്ട് ഇത് രണ്ടും കൂടെ അങ്ങ് ചേർത്ത് പിടിക്കുക. ഈ കൈ രണ്ടും ആം ഹോളിൻ്റെ ജോയിൻറ്റും കൈയുടെ ജോയിൻറ്റും കൂടെ ഒരേപോലെ വരുന്ന പോലെ വെക്കണം കേട്ടോ. ഇത്രയും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. പിന്നെ നമുക്ക് നോക്കേണ്ടുന്നത് ഈ രണ്ടും കൂടെ ഒരേപോലെ വരുന്നുണ്ടോ എന്ന് നോക്കണം. രണ്ടും ഒരേപോലെ വരുന്നുണ്ട്, ഈ കട്ടും ഈ ഷോൾഡറും. ബ്ലോക്ക് അടിച്ചിട്ട് വരാമേ. കൈക്ക് മാത്രം, കൈയുടെ ഈ റൗണ്ട് മാത്രമേ ഉള്ളൂ ഓവർലോക്ക്, വേറെ എവിടെയും ഇല്ല. ഇത് മാത്രം നമുക്കിപ്പോൾ ഓവർലോക്ക് കൈയോടെ അടിക്കണം.
അപ്പം ബ്ലൗസ് കാണാം, എന്ത് നീറ്റ് ബ്ലൗസാണ്. ഇത്രയും നല്ല ബ്ലൗസ് സ്വപ്നത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കണ്ടോ, ഈ ബ്ലൗസ് ഇതുപോലുള്ള ബ്ലൗസുകളൊക്കെ ഇട്ടാൽ തന്നെ ഉണ്ടാകും അതിനൊരു ഭംഗി. ഇത് കണ്ടോ, ഇതിൻ്റെ അകം കാണാം. ഇതിൻ്റെ പേരാണ് ബൊത്തിക് സ്റ്റൈൽ ബ്ലൗസ്. കണ്ടോ, കാണുന്നുണ്ടോ? ഒരു അകം തുറന്ന് നോക്കിയാൽ എന്ത് വൃത്തിക്കായി ബ്ലൗസ് ഇരിക്കുന്നതെന്ന് കണ്ടോ. ഇങ്ങനെയൊക്കെ ബ്ലൗസ് തയ്ച്ചാൽ ഇടാൻ എന്തോ ഒരു രസമായിരിക്കും ഈ ബ്ലൗസൊക്കെ. കണ്ടോ, ബെൽറ്റൊക്കെ ജോയിൻ ചെയ്തേക്ക് നോക്കി എന്തോ വൃത്തിക്കായിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പം ബൊത്തിക് സ്റ്റൈൽ ബ്ലൗസ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കണ്ടല്ലോ. നല്ല നീറ്റായിട്ടില്ലേ ബ്ലൗസ്. ഇങ്ങനെ ബ്ലൗസ് തയ്ക്കണമെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ മതി, പറഞ്ഞു തരാം ഞാൻ. ഓക്കെ, ബൈ, സി യു. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ, സി യു.